എനിക്ക് ആകെ അനുകരിക്കാൻ പറ്റിയ ഒരു താരമുള്ളൂ മലയാള സിനിമയിൽ. ആരത്? പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് തെളിയിച്ച കലാകാരൻ തൻ്റെ പൊക്കക്കുറവിനെ ഗിന്നസ് ബുക്ക് വരെ എത്തിച്ച പ്രിയപ്പെട്ട പക്കുർച്ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അത്ഭുതീപ് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു. അപ്പം അതിലെ നമ്മളാരും മറക്കില്ല, ജഗജാല കില്ലാടിയായ ഗജേന്ദ്രകുമാർ, ആ ഒരു ശബ്ദം. ഓക്കെ ഓക്കെ. എന്റെ പെണ്ണിനെ തട പട്ടി മാതല ആ ഗന്ധർവൻ എന്റെ പെണ്ണിനെ കൊണ്ട് പോണു. കുഞ്ഞോണ്ടോനെ എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. നിറഞ്ഞൊരു പ്രോത്സാഹനം. പ്രവീൺ ഏതാഴ്ത്താണ്? ഞാൻ നമ്മുടെ ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ പഴന്തുണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലെത്തിയ അനൂപ് ചന്ദ്രന്റെ ശബ്ദം. അളിയ, അടുത്ത ആഴ്ച നമ്മുടെ എക്കണോമിക്സിലെ സുഷമ്മയുടെ കല്യാണമാ. അവക്കറിയാവോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അവളെ പ്രണയിക്കുകയാണ്. അളിയ പയസേ, പഴയ കാര്യമൊന്നും പറഞ്ഞു അവളുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കല്ലേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോകുക. താങ്ക് യു അശോകേട്ടാ. കെ പി ഉമ്മറിന്റെ ശബ്ദം, പഴയകാല താരം കെ പി ഉമ്മർ. ശാരദ എന്നും എൻ്റെതായിരിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ദിവസമെങ്കിലും എന്നോടൊപ്പം. അടിപൊളി, നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണ് അശോകേട്ടൻ. വീണ്ടും പ്രതിഭേട്ടൻ. ഒരു പഴയകാല താരത്തിന്റെ ശബ്ദം കേട്ടു, നമുക്ക് ഒരു പുതിയ താരത്തിന്റെ ശബ്ദം കേൾക്കാം. അതായത് നമുക്കറിയാം 8 സുന്ദരികളും ഞാനും എന്ന സീരിയലിലൂടെ മലയാള സിനിമയിലെത്തി. ഇപ്പോൾ മലയാള സിനിമയുടെ ഒഴിവാക്കാനാവാത്ത താരം ഇടുക്കിക്കാരൻ ജാഫർ ഇടുക്കി. ജാഫർക്കയുടെ 2 വ്യത്യസ്ത കാലങ്ങളിലുള്ള വോയിസ്. ആദ്യം നമുക്ക് ആദ്യകാലത്തെ ശബ്ദം കേൾക്കാം. വന്ന സമയത്ത് എന്തൊരു ആൾക്കാരെ വരണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല ശബ്ദം. ഇപ്പൊ സമീപകാല ഹിറ്റായിട്ട് മാറിയ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ആ ഡയലോഗ്. അതിനെക്കുറിച്ച് നമ്മുടെ തൊടുപുഴയിലെ അമ്മാച്ചിയുടെ ആലോചന പറഞ്ഞിരുന്നു. ചെറുക്കൻ കാണ്ടക്കാരനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചിന് എന്നോട് ഈ കുമ്പിളിപ്പൊന്നും പറഞ്ഞാൽ മതിയോ, അമേരിക്കയിലൊക്കെ പോണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊച്ചിയോടൊക്കെ ചോദിക്കട്ടെ, എന്നേച്ചും പറയാന്ന്. അടിപൊളി, നല്ലൊരു കയ്യിൽ കൊടുക്കാം. അടുത്തത് ഇനിയിപ്പോൾ നമ്മുടെ മിമിക്രിക്കാർക്ക് അഭിമാനമായി മാറിയ ഒരു താരമാണ് പത്മശ്രീ ജയറാം. ജയറാമേട്ടൻ സാധാരണ കോമഡി രംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ശബ്ദം ഒന്ന് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ ജയറാമേട്ടന്റെ ആ കോമഡി ശബ്ദം. ഹലോ, എന്റെ അമ്മോ, എല്ലാരും കൂടി എങ്ങോട്ടാ? കോളേജിലേക്കാ? എന്നും കോളേജിലേക്കല്ലേ പോകുന്നത്? ഇന്നൊരു ചേഞ്ച് ആവാം, സിനിമയ്ക്ക് പോകാം, ഐസ്ക്രീം കഴിക്കാം. എന്റെ അമ്മോ, ചിരിക്കണോടെ. അങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോ ഭൈരവ എന്റെ പൊന്നോ. താങ്ക് യു. വീണ്ടും അശോകേട്ടൻ. APJ അബ്ദുൽ കലാം സാറിൻ്റെ ഫിഗർ ഇവിടെ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഡയലോഗിൽ തെറ്റ് വരാൻ ക്ഷമിക്കണം. When I was 23 years fellow, I had a dream that I want to become a pilot. I studied aeronautical engineering, but I didn't select. When I became the President of India, I was the Supreme Commander of the aircraft. I told my chief that I want to fly. He learned me for 6 months. After that, I flew SU-30. Thank you. നിറഞ്ഞൊരു പ്രോത്സാഹനം കൊടുക്കാം. വീണ്ടും പ്രതിഭട്ടൻ. ഇനിയൊരു മറ്റൊരു പുതിയ താരമാണ്. ബേസിൽ ജോസഫിന്റെ സൂപ്പർ ഹിറ്റായ ജയ ജയ ഹേ എന്ന സിനിമയിൽ ബേസിലിന്റെ അമ്മയായിട്ട് അഭിനയിച്ച കുട്ടശനാട് കനകം എന്ന ആ അമ്മയുടെ ശബ്ദം. എന്റെ ദൈവമേ, അടിയൊന്നുമല്ല ചവിട്ട്. ദൈവമേ, ഒരു മനുഷ്യന് ഇങ്ങനെ ചവിട്ടാവോ? ഒന്നും ഉണ്ടായിട്ടാ. ഇവിടെ തൊട്ട ചവിട്ടന്റെ ചടക്കിന് കൊടുത്തിട്ട് അപ്പുറത്തെ ഗീതയുടെ പറമ്പിൽ നിന്ന് അവനെ വാരി പറക്കി കൊണ്ടുവന്നത്. അടിപൊളി. വീണ്ടും പ്രതിഭട്ടൻ. ഇനിയിപ്പോ മറ്റൊരു പുതിയ താരം കൂടി, അൽതാഫ് സലീം. പേര് പറഞ്ഞറിയാവുന്ന അറിയില്ല. പ്രേമല സിനിമ എല്ലാവരും കണ്ടതല്ലേ? ആ പ്രേമലുവിലെ നസ്ലനെ പഠിപ്പിക്കുന്ന ആ മാഷ്. ഓക്കെ, നീ ആരാണ് ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ? കാതൽ കൊണ്ടായില്ലേ ധനുഷ?
നിന്റെ വീട് ആലുവലല്ലേ? എന്നാ പിന്നെ അവിടെ കിടന്ന് ഞാൻ പറയും എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ കൂർക്കമ്പലി കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, എൻ്റെ ഫോക്കസ് പോണ്. കൂർക്കമ്പലി കണ്ടുകൊടുക്കാൻ പറ്റുമോ? അന്ന് പറയിക്കോ ഫോക്കസ് പോയിട്ടേ. ഓക്കെ, നിറഞ്ഞൊരു പ്രോത്സാഹനം. അപ്പൊ എന്തായാലും ഈ പ്രതിഭാസംഗമ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിറഞ്ഞ ഒരു പ്രോത്സാഹനം